നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ പൗരത്വ റെക്കോർഡ്. ചരിത്രത്തിൽ ആദ്യമായി ജർമ്മൻ പാസ്പോർട്ട് ലഭിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ജർമ്മനിയിൽ പൗരത്വം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യവ്യാപകമായി ഇത്തരം കണക്കുകൾ ശേഖരിക്കാൻ തുടങ്ങിയ 2000 ആണ്ടിന് ശേഷം ഇത്രയധികം ആളുകൾക്ക് ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കുന്നത് ഇതാദ്യമാണ്. 2025 കണക്കുകൾ പ്രകാരം ജർമ്മനിയിലെ 14 സംസ്ഥാനങ്ങളിൽ നിന്നായി മാത്രം കുറഞ്ഞത് 3,09,852 പേർ ജർമ്മൻ പൗരത്വം നേടിയിട്ടുണ്ട്. 2024 രേഖപ്പെടുത്തിയ 2,91,955 എന്ന ഉയർന്ന നിരക്കാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. 2024 ഇഷ്യൂ ചെയ്ത ജർമ്മൻ പാസ്പോർട്ടുകളുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 46% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം 2025 വാർഷിക വർധനവ് വെറും 6% മാത്രമായിരുന്നു. എന്നാൽ 2024 ജർമ്മൻ പൗരത്വം ലഭിച്ചതിൽ 28% പേർ സിറിയയിൽ നിന്നുള്ളവരും തുടർന്ന് തുർക്കിയിൽ നിന്നുള്ളവരും ആണ്. സിറിയ, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യൻ പൗരന്മാരും ഇപ്പോൾ വൻതോതിൽ ജർമ്മൻ പാസ്പോർട്ടിനായി അപേക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ താമസം 5 വർഷമാക്കി കുറച്ചതും ഒരു വലിയ പോയിന്റായി കണക്കാക്കുന്നു. മുൻപ് ജർമ്മൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ 8 വർഷത്തേക്ക് താമസം നിർബന്ധമായിരുന്നുവെങ്കിൽ മുൻ ഭരിച്ചിരുന്ന സഖ്യ സർക്കാർ നിയമം പരിഷ്കരിച്ചതോടെ ഇത് 5 വർഷമായി കുറഞ്ഞു. പുതിയ നിയമപ്രകാരം സ്വന്തം രാജ്യത്തെ പൗരത്വം ഉപേക്ഷിക്കാതെ തന്നെ ജർമ്മൻ പൗരത്വം സ്വന്തമാക്കാനുള്ള അനുമതി നൽകിയത് അപേക്ഷകരുടെ എണ്ണം കൂട്ടാനും സാധ്യമായി. 2015-2016 വർഷങ്ങളിൽ ജർമ്മനിയിലെത്തിയ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോൾ പൗരത്വത്തിന് ആവശ്യമായ യോഗ്യതാ കാലാവധി പൂർത്തിയായി കഴിഞ്ഞു. ജർമ്മൻ പൗരത്വം ലഭിക്കുന്നതിന് സ്വന്തം ജീവനമാർഗത്തിനുള്ള വരുമാനം കണ്ടെത്തുക ഉൾപ്പെടെയുള്ള അടിസ്ഥാന നിബന്ധനകൾ ഇപ്പോഴും കർശനമായി തുടരുന്നുണ്ട്. തലസ്ഥാനമായ ബെർലിൻ മാത്രം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയോളം വർധനവോടെ 39,034 പേർക്കാണ് പൗരത്വം ലഭിച്ചത്. ബ്രാൻഡംബർഗിൽ ഇത് 25% വർധനവ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ ആളുകൾ പൗരത്വം നേടിയത് സിറിയയിൽ നിന്നാണെങ്കിലും റഷ്യക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. നോർത്ത് റൈൻ സംസ്ഥാനത്തെ മാത്രം 3,841 റഷ്യൻ പൗരന്മാർ ജർമ്മൻ പാസ്പോർട്ട് സ്വന്തമാക്കി. 67.4% വർധനമാണിത്. രാഷ്ട്രീയ കാരണങ്ങളാൽ റഷ്യയോടുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള എളുപ്പത്തിനായി ഇരട്ട പൗരത്വം ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നവരുമാണ് ഇതിൽ ഭൂരിഭാഗവും. എന്നാൽ അടുത്ത തരംഗം 2027 ഉണ്ടാകുമെന്നാണ് പ്രവചനം. പൗരത്വാപേക്ഷകളുടെ അടുത്ത വലിയൊരു തിരക്ക് 2027 ഉണ്ടാകുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. 2022 ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ജർമ്മനിയിൽ അഭയം പ്രാപിച്ച ലക്ഷക്കണക്കിന് ഉക്രൈൻ പൗരന്മാർക്ക് 2027 5 വർഷത്തെ താമസ കാലാവധി പൂർത്തിയാകും. ഇതോടെ അപേക്ഷകരുടെ എണ്ണത്തിൽ വീണ്ടും വലിയ വർധനവും ഉണ്ടായേക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഭാഷാ പരീക്ഷയില്ലാതെ ജർമ്മൻ പൗരത്വം കൊടുത്ത റൈൻലാൻഡ് ഫാൽസ് സംസ്ഥാനത്തിന്റെ പുതിയ നയം വിവാദത്തിലേക്ക് എത്തുകയാണ്. ജർമ്മനിയിൽ പൗരത്വം നേടുന്നത് കൂടുതൽ എളുപ്പമാക്കുകയാണോ എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. റൈൻലാൻഡ് ഫാൽസ് സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വിദേശികൾക്ക് ജർമ്മൻ പൗരത്വം നൽകാൻ അനുമതി നൽകി. അധികൃതരുമായി നടത്തുന്ന ഒരു സാധാരണ അഭിമുഖം മാത്രം ഇതിനായി മതിയെന്നാണ് വിവരം. ഫോക്കസ് മാഗസിൻ പുറത്തുവിട്ട ഈ വാർത്ത ഇപ്പോൾ ജർമ്മനിയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഗ്രീൻ പാർട്ടി നയിക്കുന്ന റൈൻലാൻഡ് ഫാൽസ് ഇന്റഗ്രേഷൻ മന്ത്രാലയത്തിന്റെ വിശദീകരണ പ്രകാരം പൗരത്വത്തിന് ഭാഷാ സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല. പൗരത്വ ഓഫീസ് അധികൃതർക്ക് നേരിട്ടുള്ള സംഭാഷണത്തിലൂടെ അപേക്ഷകന്റെ ഭാഷാജ്ഞാനം ബോധ്യപ്പെട്ടാൽ പരീക്ഷ ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം നൽകുന്നതിനെ അയൽ സംസ്ഥാനമായ ബാഡൻ-വുട്ടംബർഗ് ശക്തമായി എതിർത്തു. കടുത്ത വിമർശനവുമായി CDU പാർട്ടിയും രംഗത്ത് വരുന്നുണ്ട്. ബാഡൻ-വുട്ടംബർഗിലെ മൈഗ്രേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇതിനെതിരെ രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. ജർമ്മൻ ഭാഷയിലുള്ള പ്രാവീണ്യം പൗരത്വം ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ്. ജർമ്മൻ പൗരനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഷ അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്തെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ശേഷം മാത്രമേ നേരിട്ടുള്ള അഭിമുഖം നടത്താറുള്ളൂ. ഇതിൽ ഇളവ് വരുത്തിയാൽ അത് സമൂഹത്തിൽ സമാന്തര കൂട്ടായ്മകൾ രൂപപ്പെടുന്നതിന് കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ പ്രമുഖ മൈഗ്രേഷൻ ഗവേഷകർ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നില്ല. എല്ലാവർക്കും ഒരേപോലെയുള്ള കൃത്യമായ ഭാഷാ പരീക്ഷകളാണ് കൂടുതൽ അനുയോജ്യമെന്നും ഗവേഷകർ പറയുന്നു. ഔദ്യോഗിക സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതാക്കുന്നത് ഭാവിയിൽ തൊഴിൽ മേഖലയെ ബാധിക്കുമെന്നും കമ്പനികൾക്ക് ഉദ്യോഗാർത്ഥികളുടെ ഭാഷാ നിലവാരം ഉറപ്പാക്കാൻ സ്വന്തം നിലയിൽ വീണ്ടും പരീക്ഷകൾ നടത്തേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. 2025 ജർമ്മനിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പൗരത്വ നിരക്കാണെന്ന് രേഖപ്പെടുത്തി. ചില സംസ്ഥാനങ്ങളിൽ ഓഫീസ് സന്ദർശനം പോലും ഇല്ലാതെ ഓൺലൈനായി കാര്യങ്ങൾ പൂർത്തിയാക്കി ഒരൊറ്റത്തവണ നേരിട്ടെത്തി പാസ്പോർട്ടുമായി മടങ്ങാൻ സാധിക്കുന്ന തരത്തിൽ നിയമങ്ങൾ ലളിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയ്ക്കായി സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ വിദഗ്ധരും ചർച്ചകളിലൂടെ രംഗത്ത് വന്നത് ഒരുപക്ഷെ സർക്കാരിനെ വീണ്ടും വിചാരത്തിന് വിധേയമാക്കിയേക്കാം.
ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്ത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഔട്ടോബാനിലേക്ക് മോട്ടോർ ഗ്ലൈഡർ വിമാനം തകർന്നു വീണ് ഒരാൾ മരിച്ചു. സവർലാൻഡിലെ ഹ്യൂൻസ്ബോൺ സേഗൽ ഫ്ലൂക്ക് പ്ലാറ്റ്സിൽ നിന്നും പറന്നുയർന്ന ഉടനെയാണ് വിമാനം തകർന്നു വീണത്. അപകട സമയത്ത് വിമാനത്തിൽ 2 പേരുണ്ടായിരുന്നു. ഒരാൾ മരിക്കുകയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ രണ്ടാമത്തെയാളെ രക്ഷാപ്രവർത്തകർ പുറത്തെടുക്കുകയും ചെയ്തു. ഇയാളുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തിന്റെ കാരണം കണ്ടെത്താൻ വ്യോമയാന വിദഗ്ധർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ഡ്യൂസൽഡോർഫ് നഗരത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 ട്രാമുകൾ പരസ്പരം കൂട്ടിയിടിച്ച് 27 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ജീവഭീഷണി ഉള്ളതല്ലെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കൊളോൺ മലയാളികളുടെ സാമൂഹിക ജീവിതത്തിൽ നിറസാന്നിധ്യമായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി സണ്ണി സെബാസ്റ്റ്യൻ ഇളപ്പങ്കലിന്റെ സംസ്കാരം കൊളോൺ റോണ്ടോർഫിലെ ഹൈലിഗെ ത്രൈക്കേണിഗിൻ ദേവാലയ സിമിത്തേരിയിൽ നടക്കും. സംസ്കാര ശുശ്രൂഷകൾ ജൂൺ 5 വെള്ളിയാഴ്ച രാവിലെ 11:30 റോണ്ടോർഫിലെ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കൊളോൺ റോണ്ടോർഫ് സിമിത്തേരിയിലാണ് അടക്കം. വിടവാങ്ങൽ ശുശ്രൂഷയ്ക്കായി മെയ് 27 ബുധൻ ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വെസ്റ്റാറ്റൂം ഹൌസ്, എങ്കൽമാൻ, റിംഗ് സ്ട്രാസെ 33 50 996 കൊളോണിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് സഖ്യത്തിലെ വിദേശകാര്യമന്ത്രിമാരുടെ സുപ്രധാന യോഗം ഞായറാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി ന്യൂഡൽഹിയിൽ നടക്കും. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ, ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം നേരിടാൻ ഊർജ്ജ വിതരണം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.